ഫ്രണ്ട്സ്, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ISROയിൽ നിന്നാണ് മറ്റൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇത് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ തിരുവനന്തപുരത്തിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ ഇപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് നോക്കുകയാണെങ്കിൽ 4/6/2025 ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ്. ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് 18/6/2025 ഓർത്തിരിക്കുക. അപ്പോൾ പെട്ടെന്നായിരിക്കും ക്ലോസിംഗ് ഡേറ്റ് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഏതൊക്കെ പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് വിളിച്ചിരിക്കുന്നത് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണ്. 44,000 മുതൽ 1,42,400 വരെയാണ് സാലറി എന്ന് ഓർത്തിരിക്കുക. ഫസ്റ്റ് വിളിച്ചിരിക്കുന്നത് ഇലക്ട്രോണിക്സ് ആണ്. ഇലക്ട്രോണിക്സിൽ 27 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ വേണ്ട ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത് വിളിച്ചിരിക്കുന്നത് മെക്കാനിക്കലാണ്. മെക്കാനിക്കൽ 27 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിൽ ആണ് പറയപ്പെടുന്നത്. പിന്നീട് വന്നിരിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. 4 വേക്കൻസി. ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, അതും അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ടെക്നോളജി പഠിച്ചവർക്കിലേക്ക് അപ്ലൈ ചെയ്യാം. ഈ പറയുന്ന ഏതെങ്കിലും ഡിപ്ലോമ ഉള്ളവർക്കിലേക്ക് അപ്ലൈ ചെയ്യാൻ നോക്കിയിരിക്കാം. അപ്പോൾ എന്താണ് നിങ്ങൾ ജോബിൻ്റെ നേച്ചർ എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ച് നോക്കാം. പിന്നെ വിളിച്ചിരിക്കുന്നത് കെമിക്കലാണ്. 6 വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കെമിക്കൽ ടെക്നോളജി എന്ന് പറയപ്പെടുന്നത്. സോ പിന്നീട് വിളിച്ചിരിക്കുന്നത് ഓട്ടോമൊബൈലാണ്. 1 വേക്കൻസി. ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. പിന്നീട് സിവിലാണ് വിളിച്ചിരിക്കുന്നത്. 2 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഒന്ന് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിലേക്കും മറ്റൊന്ന് ADRN IN ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗിലാണ്. പിന്നെ റെഫ്രിജറേഷൻ AC ആണ്. ഇവിടെ ഒരു വേക്കൻസിയാണ്. ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ റെഫ്രിജറേഷൻ ആൻഡ് AC എന്ന് പറയപ്പെടുന്നത്. പിന്നീട് വിളിച്ചിരിക്കുന്നത് സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ആണ്. അപ്പം അവിടെ ഏതൊക്കെ വിളിച്ചിരിക്കുന്നത് വെച്ചാൽ ഫിസിക്സിലേക്കാണ് വിളിച്ചിരിക്കുന്നത് 1 വേക്കൻസി. പിന്നീട് 3 വേക്കൻസി. തിരുവനന്തപുരത്തേക്ക് 1 വേക്കൻസി. ADRIN 3 വേക്കൻസിയാണ് പറയുന്നത്. ഫസ്റ്റ് ക്ലാസ് ബാച്ചിലർ ഡിഗ്രി ഇൻ ഫിസിക്സിലേക്കാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. പിന്നീട് കെമിസ്ട്രിയാണ് വിളിച്ചിരിക്കുന്നത്. 1 വേക്കൻസിയാണ്. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ് ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം കെമിസ്ട്രി എന്ന് പറയുന്നുണ്ട്. പിന്നീട് വിളിച്ചിരിക്കുന്നത് ലൈബ്രറി അസിസ്റ്റൻ്റ് ആണ്. സോ ഇവിടെ വിളിച്ചിരിക്കുന്നത് ലൈബ്രറി അസിസ്റ്റൻറ്റ് A എന്ന് പറയുന്ന തസ്തികയിലേക്കാണ്. 2 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഒന്ന് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിലും 2 നെസ്കയിലേക്കുമാണ് ഓർത്തിരിക്കാം. ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ പറയുന്നത് നിങ്ങൾക്ക് ഒരു ബിരുദം ഉണ്ടായിരിക്കണം. പ്ലസ് അതോടൊപ്പം തന്നെ നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് മാസ്റ്റർ ഡിഗ്രി എടുത്തിരിക്കണം ഇൻ ലൈബ്രറി സയൻസ് അല്ലെങ്കിൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്ന് പറയപ്പെടുന്നത്. സോ ഇത്രയും പോസ്റ്റുകളാണ് വിളിച്ചിരിക്കുന്നത്. സോ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓർത്തിരിക്കുക 18/6/2025 ലാസ്റ്റ് ടൈമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്ലൈ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ സാലറി കിട്ടുന്നത് 78,000 പെർ മന്ത് നിങ്ങൾക്ക് കിട്ടും എന്ന് ഇവരോട് പറയപ്പെടുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് സെലക്ഷൻ പ്രോസസ് നോക്കാം. സെലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റിട്ടേൺ എക്സാം ഉണ്ടായിരിക്കും. OMR ബേസ്ഡ് എക്സാമാണ്. 90 മിനിറ്റാണ് ടൈം അലോട്ട് ചെയ്യുന്നത് ഓർത്തിരിക്കുക. നെഗറ്റീവ് മാർക്കുള്ള എക്സാമാണ്. പിന്നീട് വന്നിരിക്കുന്നത് സ്കിൽ ടെസ്റ്റ് ആണ്. അതെന്ന് പറയുന്നത് ക്വാളിഫൈ നേച്ചറാണ്. നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി സ്കിൽ ടെസ്റ്റ് എന്ന് ഓർത്തിരിക്കുക. സോ അതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 750 രൂപയാണ് പെർ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. അതിൽ ഫീമെയിൽ, SC ST, അതുപോലെ തന്നെ എക്സ് സർവീസ്മാൻ, പേഴ്സൺ വിത്ത് PWD കാൻഡിഡേറ്റ്, ഈ കാൻഡിഡേറ്റ്സ് ഇത്തരം പറഞ്ഞിരിക്കുന്ന കാൻഡിഡേറ്റ്സിൽ വരുന്നവരാണെങ്കിൽ, കാറ്റഗറി വരുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന 750 രൂപയെ നിങ്ങൾക്ക് ഫീ അടച്ചതിന് ശേഷം നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ റിട്ടേൺ ടെസ്റ്റ് നിങ്ങൾ എക്സാം നിങ്ങൾ അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഫണ്ട് 750 രൂപയും കിട്ടുന്നതായിരിക്കും. ബാക്കി കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 500 രൂപയായിരിക്കും റീഫണ്ട് കിട്ടുന്നതെന്ന് ഓർത്തിരിക്കുക. സോ അപ്പോൾ നമ്മൾ റിട്ടേൺ ടെസ്റ്റ് വരുന്നത് കേരളത്തിൽ എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരത്താണ് എക്സാം സെൻറ്റർ വരുന്നത്. അപ്പോൾ ഇപ്പോൾ വിളിച്ചിരിക്കുന്ന ഓർത്തിരിക്കുക വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിലേക്കാണ്. ലാസ്റ്റ് ഡേറ്റ് 18/6/2025 അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിൽ അപ്ലൈ ചെയ്യുക. തിരുവനന്തപുരത്തേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷനായി. താങ്ക് യു.